എല്ലാരും എന്നാ പറയണോ, ഞാൻ ഇന്ന് കുറച്ച് പന്നിയിറച്ചി കറി വെക്കാൻ പോവാണ് കേട്ടോ. അത് പറഞ്ഞപ്പോൾ ഓർത്തതേ, എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ഇവിടെ നിങ്ങൾ എങ്ങനെയാ ഇറച്ചി വാങ്ങിക്കണെന്ന്. ഇതിപ്പോ പന്നിയിറച്ചിയാണ് കേട്ടോ. പന്നിയുടെ ഇറച്ചി ഇങ്ങനെ നെയ് സെപ്പറേറ്റും ആട്ടോ ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇത് നമ്മൾ മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണേ. ഇവിടെ ഇറച്ചിവെട്ട് കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ പോകണ്ടേ. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങിക്കാം, അതിന്റെ കൂടെ ഇറച്ചി മേടിയിൽ നടക്കും. എളുപ്പ വഴിയിൽ ക്രേ ചെയ്യുന്നതാണേ. പിന്നെ വല്ല കപ്പ ഇറച്ചിയൊക്കെ പുഴുങ്ങണമെങ്കിൽ എല്ലിന്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇറച്ചിവെട്ട് കടയിൽ പോകാറുണ്ട് കേട്ടോ. ഇതിപ്പോ കണ്ടോ, ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു വെക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ ഈ മൽപ്പിടുത്തം. കുട്ടിസിന് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇറച്ചിയൊക്കെ നുറുക്കി തരാറുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു എല്ലാ മിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. കാരണം എന്റെ വീട്ടിൽ എന്റെ പപ്പയാണ് കേട്ടോ ഇറച്ചിയൊക്കെ നുറുക്കി തരുന്നത്. കുട്ടിസിന്റെ വീട്ടിൽ ചെന്നപ്പം അവിടെയും പപ്പ തന്നെ ഇറച്ചിയെല്ലാം വെട്ടിത്തരുന്നതും നുറുക്കി തരുന്നതും കഴുകി തരുന്നതും ഒക്കെ. വേറെ ഒറ്റ വഴി ഇല്ലെങ്കിൽ മാത്രമേ മമ്മിമാരെ ഇറച്ചിയിലോട്ടൊക്കെ പിടിക്കാറുള്ളൂ. എന്തായാലും ഇന്നിപ്പോ കുട്ടിസിന് ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ചെയ്യാതിരിക്കാനും വഴിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല, അത്ര എല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ നുറുക്കലും ഒരുക്കലും ഒക്കെ കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് കറിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ കുറച്ച് പാത്രം കഴുകലും പരിപാടികളും ഒക്കെ ആവുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം തീരുമാനമായി. എന്നാ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.